അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയ ഉസ്താദ്മാർ, മറ്റെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചത് ഉമ്മയാണ്. അതിന് പകരമായി നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അവർ സഹിച്ചതിൻ്റെ അടുത്ത് പോലും എത്തുകയില്ല. നമ്മെ ഉപദ്രവിക്കുന്ന മാതാവാണെങ്കിൽ പോലും മാതാവിനോട് ദേഷ്യപ്പെടാനോ ബന്ധം വേർപ്പെടുത്താനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരിക്കൽ മാതാവിനെതിരെ പരാതിയുമായി ഹബീബ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നു. നബിയെ, എൻ്റെ മാതാവിന് ആവശ്യമായ ധനം ഞാൻ നൽകാറുണ്ട്, പക്ഷേ എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇനിയും എൻ്റെ മാതാവിനെ സഹിക്കണോ എന്ന് ചോദിച്ച സമയത്ത് ഹബീബായ തങ്ങൾ മറുപടി പറഞ്ഞു, നീ നിന്റെ മാതാവിനോടുള്ള ബാധ്യത നിറവേറ്റുക. ശേഷം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, നിന്റെ മാതാവ് നിന്റെ ശരീരത്തിൽ നിന്നും ഒരു മാംസ കഷ്ണം മുറിച്ചെടുത്താൽ അത് നീ നിറവേറ്റേണ്ട കടമയുടെ 4 പോലും ആവുകയില്ല. നിനക്കറിയില്ലേ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് എന്നതായിരുന്നു അവിടുത്തെ മറുപടി. പ്രവാചകന്റെ മറുപടി കേട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, എൻ്റെ മാതാവ് എന്നെ എന്ത് ചെയ്താലും ഞാൻ ഒന്നും പറയുകയില്ല. ശേഷം അദ്ദേഹം ഉമ്മയടുക്കൽ പോയി കാൽ ചുംബിക്കുകയും എന്നെ ഇപ്രകാരമാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതെന്ന് ഉമ്മയോട് പറയുകയും ചെയ്തു. മാതാവിനെ വളരെയധികം സ്നേഹിക്കുകയും മാതാവിൻ്റെ തൃപ്തി നേടുകയും ചെയ്താൽ ഇത് ലോകത്തും ഉന്നത പദവി കരസ്ഥമാക്കാൻ നമുക്ക് കഴിയും. മറിച്ച് അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്നതാണെങ്കിലും ശരി, അതിൻ്റെ ഗുരുതരമായ ശിക്ഷ അവൻ ഈ ലോകത്ത് തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും. ഉമറുള്ളാഹുവിന്റെ കാലത്ത് ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. പണത്തിന് ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ കച്ചവടക്കാരനായ മകന്റെ അടുക്കൽ വന്ന് പണം വാങ്ങും. ഒരു ദിവസം പണം ആവശ്യപ്പെട്ട് ഉമ്മ വന്നപ്പോൾ മകന്റെ ഭാര്യ പറഞ്ഞു, നിന്റെ ഉമ്മ ഇപ്രകാരം എന്നും പണം ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ ദരിദ്രന്മാരാകും. ഭാര്യയുടെ ദുഷിച്ചുകൾ വാക്ക് കേട്ട് മകൻ തന്റെ ഉമ്മാക്ക് ഒന്നും നൽകിയില്ല. മാതാവിന്റെ മനസ്സ് പൊട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മാതാവ് പടിയിറങ്ങി. കാലങ്ങൾക്ക് ശേഷം മകൻ കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര മധ്യേ കൊള്ളസംഘത്തിന് മുമ്പിൽ പെടുകയും സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും തൻ്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച 2 കൈകൾ വെട്ടി തോളിൽ തൂക്കിയിടുകയും ചെയ്തു. വയലുപേക്ഷിക്കുകയും ചെയ്തു. രക്തത്തിൽ കുളിച്ച മകനെ ചിലർ വീട്ടിലെത്തിച്ചു. മകനെ കാണാൻ വേണ്ടി വീട്ടുകാരും കൂട്ടുകാരും വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് എൻ്റെ കൈകൾ കൊണ്ട് ധനം നൽകിയിരുന്നെങ്കിൽ എൻ്റെ കൈ മുറിക്കപ്പെടുകയോ സമ്പത്ത് കൊള്ളയടിക്കുകയോ ചെയ്യുമായിരുന്നില്ല. എൻ്റെ ഉമ്മാക്ക് നൽകേണ്ട ധനം നൽകാത്തതിനുള്ള ഉചിതമായ ശിക്ഷയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. കൈകാലുകൾ മുറിക്കപ്പെട്ട മകന്റെ വിവരം ഉമ്മ അറിഞ്ഞു. മകനെ കാണാൻ വേണ്ടി ഉമ്മ മകന്റെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മകനെ, നിനക്ക് സംഭവിച്ച വിപത്തിൽ ഞാൻ വളരെ ദുഃഖിതനാണ്. അപ്പോൾ മകൻ പറഞ്ഞു, അല്ല, ഇതെല്ലാം എൻ്റെ തെറ്റു കണ്ടാണ്, നിങ്ങളുടെ തെറ്റിയാണ് എനിക്ക് ആവശ്യം. ഇത് കേട്ട് ഉമ്മ പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മാതാവിന്റെ തൃപ്തി നേടിയ മകന്റെ മുറിക്കപ്പെട്ട അവയവങ്ങൾ പ്രഭാതമായപ്പോഴേക്കും പൂർവ്വസ്ഥിതിയിലായി. മാതാവിനെ മനസ്സ് വേദനിപ്പിച്ചാലുള്ള ശിക്ഷയും മാതാവിന്റെ മനസ്സ് സന്തോഷിപ്പിച്ചാലുള്ള പ്രതിഫലവുമാണ് പൂർവികരുടെ ചരിത്രത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.